ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027ന്റെ ആദ്യഘട്ടം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ നേട്ടം 12. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. 2 പ്ലാൻ സ്പേസ് 2 അതൊരു പ്രോജക്ട് രജിസ്റ്റർ ആണ്. എല്ലാ പ്രോജക്റ്റുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3 ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു അസറ്റ് രജിസ്റ്റർ. 4ാമത്തെ കാര്യം കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. 5ാമത്തെ മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ. രാജ്യത്ത് മറ്റൊരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്തതിനാൽ തൊഴിലാളികൾക്ക് സംരക്ഷണമേകാൻ പുതിയ ലേബർ കോഡ് കേരളത്തിലും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ കേരളത്തിലെടുത്ത കേസുകളിലെ നടപടികൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് പറഞ്ഞ അദ്ദേഹം 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. സർക്കാർ നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കുള്ള നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു. 35 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. സർക്കാർ ഓഫീസിൽ അഭിമാനത്തോടെ വരാൻ ഓരോ പൗരനും കഴിയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027ന്റെ ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കൊയ്ത്തുത്സവം നടന്നു. മന്ത്രി കെ മുരളീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മേയർ വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തരിക്കണ്ടത്ത് വിളയിച്ച നെൽക്കതിർ ഇന്ന് വൈകുന്നേരം സമർപ്പിക്കും. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടുകളായി മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിക്കും. പാലക്കാട് കൊല്ലങ്കോട് നിന്നുള്ള നെൽക്കതിരും ചടങ്ങിന്റെ ഭാഗമായി എത്തിക്കും. അടുത്ത മാസം 3-നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ നിറപുത്തരി ചടങ്ങ്. 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പുതിയതായി സ്ഥാപിച്ച സ്റ്റെയർ ലിഫ്റ്റിന്റെയും 3D തിയേറ്ററിൽ സ്ഥാപിച്ച റാമ്പിന്റെയും ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ഭിന്നശേഷി സൗഹൃദവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന സമഗ്രമായ പ്രവേശന സൗകര്യങ്ങളാണ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. 2 ആണ്ട് പൂർത്തിയാകുമ്പോൾ ഉരുൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ അനുസ്മരണവും സർവ്വമത പ്രാർത്ഥനയും നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്ത ബാധിതരെയും കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിൽ നിന്ന് പുത്തുമലയിലേക്കും തിരികെ കൽപ്പറ്റയിലേക്കും എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിനായി തിരച്ചിൽ തുടരുകയാണ്. അത്ഭുതമാതാവ് എന്ന വള്ളമാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം രാവിലെ മുങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9ാം സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൗറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖങ്കാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകളുടെ സംരക്ഷണം, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, വനങ്ങളിൽ കഴിയുന്ന കടുവകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. 2010 നവംബറിൽ റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് N. മുരുകേശൻ ഏറ്റുവാങ്ങി. 1 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം അന്താരാഷ്ട്ര കടുവ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് മുരുകേശന് സമ്മാനിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 28 വർഷമായി പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ ഫോറസ്റ്റ് ഗൈഡായി പ്രവർത്തിച്ചു വരുന്ന മുരുകേശന് പറമ്പിക്കുളത്തിന്റെ വനമേഖലയെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള അറിവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച കാട്ടറിവിലൂടെയാണ് വനത്തെ അടുത്തറിഞ്ഞതും സഞ്ചാരികൾക്ക് പകർന്ന് നൽകുന്നതും. കടുവാ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡ് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ പുരസ്കാരം. രാജ്യാന്തര കടുവാ ദിനത്തിന്റെ ഭാഗമായി വനം, മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് മന്ത്രി OJ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് നാടിന്റെ യാത്രാമൊഴി. മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, MLA-മാരായ PA മുഹമ്മദ് റിയാസ്, KK രമ, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ചികിത്സയിലിരിക്കെ കോയമ്പത്തൂർ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, കമ്മീഷൻ മെമ്പർമാരായ TK വാസു, സേതു നാരായണൻ എന്നിവർ നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027ന്റെ ആദ്യഘട്ടം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ നേട്ടം 12ആയി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.